ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വൈൽ ലൂപ്പ് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ വൈൽ ലൂപ്പ് പഠിച്ചതുപോലെ തന്നെ ഒരു പുതിയ കീവേഡ്, ഒരു ലൂപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ കീവേഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഫോർ എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ഫോർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓരോ എലമെൻറ്റ്സിനെ നമുക്ക് എടുത്തെടുത്ത് ഓരോന്നിനും പ്രിൻ്റ് ചെയ്ത് പോകണം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചെയ്ത വൈൽ ലൂപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, ഒരു അയ്യോ അതേപോലെ ഏതെങ്കിലും ഒരു കൗണ്ടർ ഏതെങ്കിലും ഒരെണ്ണം ഇനിഷ്യലൈസ് ചെയ്ത് അതിനെ 0 ആക്കി വയ്ക്കും. എന്നിട്ട് ആദ്യം വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് 0-ലുള്ള കാര്യം പ്രിൻ്റ് ചെയ്യും, 1-ലുള്ള കാര്യം പ്രിൻ്റ് ചെയ്യും, 2-ലുള്ള കാര്യം പ്രിൻ്റ് ചെയ്യും, 3-ലുള്ളത് പ്രിൻ്റ് ചെയ്യും, അങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ അതേ കാര്യം തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ 4 എഴുതാണ്. 4 എന്ന് എഴുതുമ്പോൾ 4 എന്ന് പറയുന്നതാണ് നമ്മുടെ കീവേഡ്. ഈ കീവേഡ് വെച്ചിട്ട് നമ്മൾ ഫോർ ലൂപ്പ് എഴുതാൻ പോവാണ്. അപ്പോൾ ആ ലൂപ്പ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സ് ഇൻ നമ്മുടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ഉള്ളതാണ്. ഫോർ എക്സ് ഇൻ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, നമ്മൾ ഫോർ എക്സ് ഇൻ ഫ്ലവേഴ്സ് പ്രിൻ്റ് എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സേവ് ചെയ്യുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫ്ലവർ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ ഫ്ലവേഴ്സ് എന്നാക്കുന്നു. സേവ് ചെയ്യുന്നു. ഞാൻ റൺ ചെയ്യാണ്. ഓക്കെ, റോസ്, ജാസ്മിൻ, ലോട്ടസ്, ലില്ലി ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്യുമെന്നല്ലേ. അപ്പോൾ ആദ്യം റോസ് പ്രിൻ്റായി, പിന്നെ ജാസ്മിൻ പ്രിൻ്റായി, ലോട്ടസ് പ്രിൻ്റായി, ലില്ലി പ്രിൻ്റായി. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സ് ഇൻ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ഉള്ളിൽ ആദ്യത്തെ എലമെൻ്റ് എന്താണോ അതായിരിക്കും എക്സിൻ്റെ ഫസ്റ്റ് ഐറ്ററേഷൻ. ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എക്സിൻ്റെ ഫസ്റ്റ് ഐറ്ററേഷനിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ഉള്ളിൽ ആദ്യത്തെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ ആദ്യത്തെ പ്രാവശ്യം ഇതിൽ ഐറ്ററേഷൻ നടക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോസ് ആയിരിക്കും. രണ്ടാമത്തെ ഐറ്ററേഷൻ വരുമ്പോഴോ ഈ എക്സിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ വാല്യൂ വരും, ജാസ്മിൻ എന്ന വാല്യൂ വരും. അപ്പോൾ ഫോർ എക്സ് ഇൻ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ എക്സ് അത് ആദ്യം എന്തായിട്ട് റൺ ചെയ്യും? റോസ് ആയിട്ട് റൺ ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഐറ്ററേഷനിൽ ജാസ്മിൻ ആയിട്ട് റൺ ചെയ്യും. മൂന്നാമത്തെ ഐറ്ററേഷനിൽ ലോട്ടസ് ആയിട്ട് റൺ ചെയ്യും. നാലാമത്തെ ഐറ്ററേഷനിൽ ലില്ലി ആയിട്ട് റൺ ചെയ്യും. അപ്പോൾ ഒരു ലിസ്റ്റിൽ ട്രാവേഴ്സിൽ ചെയ്യണമെങ്കിൽ, അതായത് ഒരു ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങളും എടുത്ത് കാണിക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ഫോർ എന്ന് പറയുന്ന ഈ കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫോറിൻ്റെ ഒരു യൂസേജ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു യൂസേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഫോറിനെ യൂസ് ചെയ്തു. ഇനി നമുക്കൊരു സ്ട്രിങ് വെച്ചിട്ട് ഫോറിനെ യൂസ് ചെയ്താലോ? അതായത് എ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു സ്ട്രിങ് കൊടുക്കാൻ പോവാണ്. എന്താണ്? മനു ഫ്രാൻസിസ് എന്ന് പറയുന്ന സ്ട്രിങ് കൊടുക്കുന്നു. അപ്പോൾ മനു ഫ്രാൻസിസ് എന്ന് പറയുന്നതാണ് എയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം സ്ട്രിങ് എന്താണെന്ന്. സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആണിത്. അത് എയുടെ ഉള്ളിലുണ്ട്. ഈ സ്ട്രിങ്ങിനെയും ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോർ എക്സ് ഇൻ എ എന്ന് കൊടുക്കുകയാണ് ഈ പ്രാവശ്യം. ഞാൻ സേവ് ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനു ഫ്രാൻസിസ് എന്നുള്ളത് ആദ്യം എം പ്രിൻ്റ് ആയി വന്നു, പിന്നെ എ പ്രിൻ്റ് ആയി വന്നു, പിന്നെ എൻ പ്രിൻ്റ് ആയി വന്നു, യു പ്രിൻ്റ് ആയി വന്നു, പിന്നെ ആ സ്പേസ് പ്രിൻ്റ് ആയി വന്നു, പിന്നെ ഫ്രാൻസിസിൻ്റെ ഓരോ അക്ഷരങ്ങളും പ്രിൻ്റ് ആയി വന്നല്ലേ. അതെന്താ സംഭവിക്കുന്നത്? ഈ ഫോർ എക്സ് ഇൻ എ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടറായിട്ട് എടുക്കും. ആദ്യം നമ്മുടെ ഈ എയുടെ ഉള്ളിലെ എം എന്ന് പറയുന്ന ക്യാരക്ടറിന് എടുക്കും. രണ്ടാമത്തെ ഐറ്ററേഷൻ വരുമ്പോൾ എ എന്ന് പറയുന്ന ക്യാരക്ടറിന് എടുക്കും. മൂന്നാമത്തെ ഐറ്ററേഷനിൽ എൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് എടുക്കും. അങ്ങനെ ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് എടുത്തെടുത്ത് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രിൻ്റാണ് ചെയ്തത്, അതുകൊണ്ട് പ്രിൻ്റ് എന്ന് പറയുന്ന കാര്യം വർക്ക് ചെയ്തു. ഇനി ഈ കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഒരു കാര്യം കൂടെ ഇതിൽ ചെയ്യാം. അത് മനു കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്പേസ് എപ്പോൾ കാണുന്നോ, സ്പേസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് പിന്നെ നമ്മൾ ചെയ്യേണ്ട. സ്പേസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രിൻ്റ് ചെയ്യേണ്ട. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ ഈ ഫോറിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണം. അപ്പോൾ അതിന് നമുക്കൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇഫ് എക്സിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് വരുന്ന സമയത്ത്, അപ്പോൾ എക്സിൻ്റെ ഉള്ളിൽ എക്സ് ഈക്വൽ ടു സ്പേസ് വരുന്ന സമയത്ത്, അതായത് ഒരു നോർമൽ സ്പേസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റണ്ണിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ ഐറ്ററേഷൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ എപ്പോൾ ഈക്വൽ ടു ആയിട്ട് വരുന്നു? എക്സിൻ്റെ വാല്യൂ ശരിക്കും ആദ്യത്തെ ഐറ്ററേഷനിൽ എന്തായിരിക്കും? എം ആയിരിക്കും. രണ്ടാമത്തെ ഐറ്ററേഷനിൽ എ ആയിരിക്കും. മൂന്നാമത്തെ ഐറ്ററേഷനിൽ എൻ ആയിരിക്കും. നാലാമത്തേൽ യു ആയിട്ട് വരും. പിന്നെ ഒരെണ്ണത്തിൽ അടുത്തതിൽ വരുന്നതിൽ സ്പേസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ സ്പേസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യാനാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് കൊടുത്തിരിക്കുന്ന കമാൻഡ്, അതായത് നമ്മുടെ പൈത്തൺ ഇൻ്റർപ്രെറ്ററിന് കൊടുത്തിരിക്കുന്ന കമാൻഡ്. അപ്പോൾ എപ്പോൾ സ്പേസ് ആയിട്ട് വരുന്നോ ആ സമയത്ത് ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരും. ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് നിർത്തും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു. ഒന്നും കൂടെ പ്രോഗ്രാം റൺ ചെയ്യണം. ഒന്ന് ക്ലിയർ ചെയ്യുന്നു. ഒന്നുകൂടെ പ്രോഗ്രാം റൺ ചെയ്യുന്നു. കണ്ടോ, മനു വരെ പ്രിൻ്റ് ആയുള്ളൂ.
സ്പേസ് എവിടെ വന്നോ സ്പേസ് വന്നതിന് ശേഷമുള്ള ഒരു കാര്യം പ്രിൻ്റ് ആയില്ല. സ്പേസ് വന്നപ്പോൾ തന്നെ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ബ്രേക്കായി. ഓക്കെ, അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു കീവേഡ് കൂടി ഉണ്ട്. കണ്ടിന്യൂ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യുന്നു. ഇപ്പോൾ സ്പേസ് വരുന്ന ഏതാണോ സ്പേസ് വരുന്ന ആ ഒരു ഐട്രേഷൻ, അതായത് സ്പേസ് വന്നിട്ട് സ്പേസ് പ്രിൻ്റ് ആവില്ലേ, ആ ഒരു ഐട്രേഷനിലുള്ള കാര്യങ്ങൾ മാത്രം അതിന് താഴോട്ടുള്ള എല്ലാ കാര്യവും സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഐട്രേഷനിലേക്ക് വരും. അപ്പോൾ എം ആദ്യം വരും, എ വരും, എൻ വരും, യു വരും, അതൊക്കെ പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞ് സ്പേസ് വരുന്ന സമയത്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു സ്പേസ് ആണെങ്കിൽ കണ്ടിന്യൂ എന്നുള്ളത് വർക്ക് ചെയ്യും. കണ്ടിന്യൂ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അടുത്ത ഐട്രേഷനിലേക്ക് പോകും. ആ ഐട്രേഷനിൽ നിന്നാണ് പുറത്ത് വരുന്നത്, ലൂപ്പിൽ നിന്ന് പുറത്ത് വരുന്നില്ല. ഐട്രേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് എക്സിൻ്റെ വാല്യൂ അടുത്ത കാര്യമായിട്ട് വെക്കും. അതായത് ഈ സ്പേസ് കഴിഞ്ഞിട്ട് ഏതാണ് എഫ് ആണ് വരുന്നത് അല്ലേ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എഫ് ആയിട്ട് വെക്കും. പിന്നെ പ്രിൻ്റ് ചെയ്യുന്നത് എഫ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ, പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ സ്പേസ് മാത്രം പ്രിൻ്റ് ആവുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും പ്രിൻ്റ് ആവുന്നു. അപ്പോൾ സ്പേസിൻ്റെ അവിടെ മാത്രം ആ ഇറ്ററേഷൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു അല്ലേ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി കണ്ടിന്യൂ നമ്മൾ ഇവിടെ എഴുതുന്നത് ഈ ഇഫ് എക്സ് ഈക്വൽ ടു സ്പേസ് കണ്ടിന്യൂ എന്നുള്ളത് പ്രിൻ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനിത് എന്ത് ചെയ്യുന്നു, കൺട്രോൾ എക്സ് ഇതൊന്ന് കട്ട് ചെയ്യുന്നു, ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് താഴെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ പ്രിൻ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ടിന്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഞാനൊന്നുകൂടെ പ്രോഗ്രാം റൺ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ സ്പേസ് വന്നു അല്ലേ, കണ്ടോ നമ്മുടെ ഔട്ട്പുട്ടിൽ സ്പേസ് വന്നു. കാരണം എന്താണ്, നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞത് പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് കണ്ടിന്യൂ പറഞ്ഞത്. അപ്പോൾ പ്രിൻ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആ ഇറ്ററേഷനിൽ അത് കഴിഞ്ഞിട്ടുള്ള പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് കണ്ടിന്യൂ ചെയ്ത് പോകുള്ളൂ. അതായത് ആ ഇറ്ററേഷനിൽ അത്രയും കാര്യങ്ങളാണ് വർക്ക് ചെയ്യാതെ പോകുള്ളൂ. ബാക്കി മുകളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂവിന് മുകളിലുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക, എവിടെയാണ് നമ്മൾ കണ്ടിന്യൂവും ബ്രേക്കും ഒക്കെ കൊണ്ട് വെക്കുന്നത് എന്ന് കറക്റ്റായിട്ട് ഓർത്ത് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ വൈൽ ലൂപ്പിൽ ചെയ്ത പല കാര്യങ്ങളുണ്ട്. നമ്പേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ 1 തുടങ്ങി 10 വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുക, അങ്ങനെ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ അതേപോലെ ഫോർ ലൂപ്പിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും, അതേപോലെയുള്ള പ്രോഗ്രാംസൊക്കെ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ 4 എന്ന് എഴുതിയതിന് ശേഷം ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 0 1 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഐ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. പ്രിൻറ്റ് ഐ കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു കാര്യം എന്താ ചെയ്യാൻ പോവുക, ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഐ ഇൻ റേഞ്ച്, ഐ എന്ന് പറയുന്നത് ഈ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ റേഞ്ച് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് നമ്പറാണ്. അതായത് 0-യിലായിരിക്കും നമ്മുടെ ലൂപ്പിൽ ഐയുടെ വാല്യൂ തുടങ്ങാം. അപ്പോൾ ഐ ഇൻ റേഞ്ച് 0 1 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0-യിലായിരിക്കും നമ്മുടെ വാല്യൂ കൊടുക്കുക, 1-ലായിരിക്കും നമ്മുടെ വാല്യൂ എൻഡ് ചെയ്യുക. ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ചെയ്യുന്നത് എത്ര വെച്ചാണോ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ 1 വെച്ചാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിൽ ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ 1 ആയിട്ട് കൊടുക്കുക, മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻഡിങ് വാല്യൂ, മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എത്ര വെച്ചാണോ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് ആ കാര്യമാണ് മൂന്നാമത് കൊടുക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ 0 മാത്രം പ്രിൻ്റ് ആവുന്നുള്ളേ. അപ്പോൾ 0 പ്രിൻ്റായി, അത് കഴിഞ്ഞ് 1 ഇൻക്രിമെൻ്റ് ആവും, 1 ആവും. 1 എന്നുള്ള കാര്യം പ്രിൻ്റ് ആവില്ല, അതായത് ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ലാസ്റ്റ് നമ്പർ എന്ന് കൊടുക്കുന്നത് ആ കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അതായത് ഇവിടെ 10 കൊടുക്കുകയാണെങ്കിൽ ഞാനിവിടെ 1-ന് പകരം 10 കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, 0 തുടങ്ങി 9 വരെയുള്ള എല്ലാ നമ്പറുകളും പ്രിൻ്റായി വന്നു. അപ്പോൾ ഐക്ക് എന്ത് പറ്റി, ഐക്ക് ആദ്യം 0 എന്ന വാല്യൂ കൊടുത്തു, എന്നിട്ട് നമ്മൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി, എന്നിട്ട് പ്രിൻ്റ് ചെയ്തു, ഐ എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനോട് 1 ഇൻക്രിമെൻറ്റ് ചെയ്തു, ഐയുടെ വാല്യൂവിനോട് 1 ഇൻക്രിമെൻറ്റ് ചെയ്തു, അതായത് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ചെയ്തു. അപ്പോൾ ഐ ഈക്വൽ ടു 0 എന്നുള്ളത് ഐ ഈക്വൽ ടു 1 ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്തു, നമ്മൾ ചെക്ക് ചെയ്തു എന്താണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് വാല്യൂ, അതായത് 10 എന്ന് പറയുന്നതിൽ താഴെയാണോ നമ്മുടെ 1 എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ, എന്നിട്ട് അങ്ങനെ ചെയ്തു തന്നു. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈൽ ലൂപ്പ് ഞാൻ എഴുതി കാണിച്ചു തരാം. നമ്മൾ ഐ ഈക്വൽ ടു 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐ ഈക്വൽ ടു 0-യിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ഐ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് എഴുതുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഐ ഈക്വൽ ടു 0 എന്നുള്ള ഇനീഷ്യലൈസേഷൻ ഇല്ലേ, ഐയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ,
അതാണ് നമ്മൾ ഈ റേഞ്ച് ഫംഗ്ഷൻ്റെ ആദ്യത്തെ കാര്യമായിട്ട് കൊടുക്കുന്നത്. റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി i <= 10 എന്ന് നമ്മൾ പറഞ്ഞല്ലോ, മാക്സിമം വാല്യൂ, ഐയുടെ മാക്സിമം വാല്യൂ അതാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മളിവിടെ റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി i + എത്രയാണെന്ന് കൊടുത്തുള്ളൂ. iയോട് ഇൻക്രിമെൻ്റ് ചെയ്യുന്ന നമ്പർ ഉണ്ട്, i + 1 ആണ് നമ്മൾ കൊടുത്തിരുന്നത്. ആ കാര്യമാണ് നമ്മൾ ഈ റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ മൂന്നാമത്തെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. അത് ഫോർ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫോൾട്ടായിട്ട് ചെയ്യാം. അതായത് ഈ ഒരു കാര്യം ഞാൻ എടുത്ത് കളയാണ്. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ ലാസ്റ്റിലത്തെ ആർഗ്യുമെൻറ്റ് കൊടുക്കാൻ മറന്നു എന്ന് വെച്ചു. എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ പ്രോഗ്രാം റൺ ചെയ്യുന്നു. നേരത്തെ നടന്ന അതേ സംഭവം തന്നെ നടന്നു അല്ലേ. അതെന്താണ്? ഡിഫോൾട്ടായിട്ട് എപ്പോഴും നമ്മുടെ റേഞ്ച് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇൻക്രിമെൻ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് തന്നെ നമ്മൾ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കൊടുത്തില്ലെങ്കിലും അത് റൺ ചെയ്യണതിന് പ്രശ്നമൊന്നും ഇല്ലാണ്ടിരുന്നത്. ഇനി നമ്മളിവിടെ 2 ആണ് കൊടുക്കുന്നതെങ്കിലോ, സേവ് ചെയ്തൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 0 കഴിഞ്ഞ് പിന്നെ 2 ആണ് വരുന്നത്. 4, 6, 8 അങ്ങനെ 2 വെച്ചിട്ടാണ് കൂടുന്നത്. ഇൻക്രിമെൻ്റ് ചെയ്യുന്ന വാല്യൂ 2 ആണ്. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി റേഞ്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റ വാല്യൂ മാത്രം കൊടുത്തുള്ളൂ, റേഞ്ച് ഓഫ് 5 എന്ന് മാത്രം കൊടുത്തുള്ളൂ, എന്ത് സംഭവിക്കും? അങ്ങനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? 0, 1, 2, 3, 4 എന്നുള്ളത് പ്രിൻ്റായി. അതായത് ഇതെന്താ സംഭവം? ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് വാല്യൂ 0 ആണെന്ന് പ്രോഗ്രാം തന്നെ ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്. അതായത് നമ്മുടെ റേഞ്ച് ഫംഗ്ഷൻ്റെ ഡിഫോൾട്ട് വാല്യൂ, സ്റ്റാർട്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ള ഒറ്റ ആർഗ്യുമെൻറ്റ് മാത്രം നമ്മൾ പാസ് ചെയ്യുന്നുള്ളെങ്കിൽ അത് എന്തായിട്ട് എടുക്കും? എൻഡ് ചെയ്യുന്ന വാല്യൂ, ലാസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്നുള്ളതായിട്ട് എടുക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 0 എന്നുള്ളതാകുന്ന രീതിയിൽ നമ്മുടെ ഇൻ്റർപ്രറ്റർ തന്നെ വിചാരിക്കും. അതേപോലെ നമ്മുടെ ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടത് 1 വെച്ചിട്ടാണ് ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടതെന്നും ഡിഫോൾട്ടായിട്ട് തന്നെ നമ്മുടെ ഇൻ്റർപ്രറ്റർ തീരുമാനിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് വെച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഫോർ ലൂപ്പിനെ പറ്റി കുറച്ചും കൂടെ ധാരണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് എൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഇഫിൻ്റെ കൂടെ എൽസ് യൂസ് ചെയ്തല്ലേ. അതായത് ഇഫിൻ്റെ കൂടെ എൽസ് യൂസ് ചെയ്ത് എങ്ങനെയാണ്? ഇഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയും, ആ കാര്യം ശരിയായില്ലെങ്കിൽ എൽസിൻ്റെ ഉള്ള കാര്യം റൺ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യാണ്, ഫോർ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ ഫോർ ലൂപ്പിന് നമ്മളൊരു എൽസ് കൊടുത്താൽ എന്ത് സംഭവിക്കും? എൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻറ്റ് എന്ത് കൊടുക്കുന്നു? പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഹലോ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു. ഒന്ന് റൺ ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, 0, 1, 2, 3, 4 വരെ പ്രിൻ്റായി വന്നു. എന്നിട്ട് എന്ത് തോന്നുന്നു? ഹലോ എന്ന് പ്രിൻ്റായി വന്നല്ലേ. അതായത് ഫോർ ലൂപ്പിന് എൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ലൂപ്പിൻ്റെ എല്ലാ ഇറ്ററേഷൻസും കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ എൽസ് കണ്ടീഷൻ വർക്ക് ചെയ്യും. ഫോർ ലൂപ്പിൻ്റെ എല്ലാവരും കഴിഞ്ഞ് എപ്പോൾ നമ്മുടെ കാര്യം ഫോൾസ് ആവുന്നു, അതായത് നമ്മുടെ കണ്ടീഷൻ എപ്പോൾ ഫോൾസ് ആവുന്നു, ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷൻ എപ്പോൾ ഫോൾസ് ആവുന്നു, അപ്പോൾ നമ്മളെന്ത് സംഭവിക്കും? എൽസിലുള്ള കാര്യം പ്രിൻ്റായി വരും. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ കൂടെ നമുക്കൊരു എൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഫോർ ലൂപ്പ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ എൽസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാം 0 തുടങ്ങി 4 വരെയുള്ള നമ്പേഴ്സാണ് പ്രിൻ്റായി വരിക. 0, 1, 2, 3, 4 എന്നുള്ള നമ്പേഴ്സാണ് പ്രിൻ്റായി വരിക. നമുക്ക് 2 വന്നു കഴിയുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഇഫ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനുള്ള കണ്ടീഷൻ എഴുതാൻ പോവാണ്. ഇഫ് നമ്മുടെ ഐയുടെ വാല്യൂ ഈക്വൽ ടു 2 ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 വന്നു കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു, നമ്മുടെ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. സേവ് ചെയ്യുന്നു, റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വന്നു കഴിഞ്ഞപ്പോൾ ബ്രേക്ക് ആയല്ലേ. ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല. നമ്മുടെ ഫോർ ലൂപ്പ് ഫുള്ള് റൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യം റണ്ണായി വരുള്ളൂ. അപ്പോൾ ഫോർ ലൂപ്പ് എപ്പോഴെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലോ, ഇടയ്ക്ക് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ എൽസ് കണ്ടീഷനിലുള്ള കാര്യം ഒരിക്കലും വരില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഫോർ ലൂപ്പ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോർ ലൂപ്പ് പല കാര്യങ്ങളും നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യേണ്ടതാണ് അടുത്ത വീഡിയോസിലൊക്കെ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും ഇനി ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കൂടുതലും ചെയ്യുക ഫോർ ലൂപ്പിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.